ഐ ലവ് മുഹമ്മദ് എന്ന് പറഞ്ഞുകൊണ്ട് യു പിയിലെ ബറേലിയിൽ വലിയ കലാപം അഴിച്ചുവിട്ടിരിക്കുകയാണ് ഇപ്പോൾ മതമൗലികവാദികൾ. ഈ കലാപം പതിയെ ഹൈദരാബാദിലേക്കും അവിടെ നിന്ന് ഗുജറാത്തിലേക്കും പടരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ യു പി ഭരിക്കുന്നത് യോഗിയാണ് എന്ന ചിന്ത ഇവർക്ക് കൃത്യമായി ഉണ്ടായിരിക്കണം എന്ന് പല ആൾക്കാരും പറയുന്നത് വെറുതെയില്ല. കാരണം യോഗി യാതൊരുവിധ ദയയും കലാപകാരികളോട് കാണിക്കാത്ത ഒരു മുഖ്യമന്ത്രിയാണ്. കലാപകാരികളുടെ നെഞ്ചിൽ ബുള്ളറ്റ് കയറ്റുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ യോഗിക്കുള്ളൂ എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴിത് യു പിയിൽ പ്രധാന നടപടി എടുത്തിരിക്കുന്നു. ഈ കലാപത്തിനെതിരെ റിപ്പോർട്ട് പുറത്തു വരുന്നു. മൗലാന തൗഖീർ റാസെ, അതായത് ഈ കലാപത്തിന് നേതൃത്വം കൊടുത്തവനെ ജയിലിലേക്ക് പിടിച്ചിട്ടിരിക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു. 40 പേരെയാണ് ഇവൻ്റെ കൂടെ ചേർത്ത് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. യു പിയിലെ ബറേലിയിൽ ഇന്റർനെറ്റ് വിച്ഛേദിച്ചിരിക്കുന്നുവെന്നും റിപ്പോർട്ടുകൾ വരുന്നു. ബറേലിയിൽ വലിയ ആക്രമണമാണ് ഉണ്ടായത്. അതിനുശേഷമാണ് ഈ പോലീസ് കർശന നടപടി സ്വീകരിച്ചത്. അതേസമയം ജില്ലയിൽ 48 മണിക്കൂർ നേരത്തേക്കാണ് ഇന്റർനെറ്റ് അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മറുവശത്ത് പോലീസ് മൗലാന തൗഖീർ റാസയെ അറസ്റ്റ് ചെയ്തു. മൗലാന തൗഖീർ റാസ ഉൾപ്പെടെ 8 പേരെ ജയിലിലേക്ക് അയച്ചു. ഇതിനു പുറമെ ബറേലിയിലെ ആക്രമണവുമായി ബന്ധപ്പെട്ട് 40 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സംഭാലിൽ എങ്ങനെയാണോ കലാപം നടത്താനായിട്ട് ശ്രമിച്ചത് അവരെ എല്ലാം ഒന്നടങ്കം പിടിച്ച് ജയിലിനകത്തേക്ക് ഇട്ടത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഇവർ പുറത്തിറങ്ങാൻ നിലവിളിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. സമാനമായിട്ടുള്ള രീതിയിൽ ഒരു ഓപ്പറേഷനാണ് ഇപ്പോൾ ബറേലിയിൽ നടക്കുന്നതെന്നാണ് അറിയാൻ സാധിച്ചത്. 2000 പേർക്കെതിരെയാണ് ഇപ്പോൾ പരാതി ലഭിച്ചിരിക്കുന്നത്. അതായത് ഈ കലാപത്തിൽ കല്ലെറിഞ്ഞ 2000 പേർക്കെതിരെയാണ് ഇപ്പോൾ പരാതി ലഭിച്ചിരിക്കുന്നതെന്ന റിപ്പോർട്ടുകളുണ്ട്. ആക്രമണവുമായി ബന്ധപ്പെട്ട് നഗരത്തിലെ 5 വ്യത്യസ്ത പോലീസ് സ്റ്റേഷനുകളെ 6 കേസുകൾ പോലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. കോട്ട്വാലി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കലാപക്കേസിൽ IMC മേധാവി മൗലാന തൗഖീർ റാസ ഖാനെ പ്രതിയാക്കി. ബാക്കിയുള്ള കേസുകളിൽ മൗലാനയുടെ അനുയായികളുടെ പേരുകൾ ചേർത്ത് അവരെ പ്രതിയാക്കി. അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ വിവാഹമണ്ഡപ മാനേജറായിട്ടുള്ള ഫർഹത്തിനെയും കൈഫ് എൻക്ലേവിൽ താമസിക്കുന്ന അദ്ദേഹത്തിന്റെ മകനെയും കേസിൽ ബരാദാരി പോലീസ് ഉൾപ്പെടുത്തി പ്രതിയാക്കി. വ്യാഴാഴ്ച രാത്രി മുതൽ മൗലാനയ്ക്ക് അവരുടെ വീട്ടിൽ ഇവർ അഭയം നൽകിയിരുന്നു എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. നിലവിൽ മൗലാന തൗഖീർ റാസയെ പോലീസ് അറസ്റ്റ് ചെയ്തു. എന്തായാലും ഈ ഐ ലവ് മുഹമ്മദ് എന്ന് പറഞ്ഞു തുടങ്ങിയ ഈ കലാപത്തിൽ സകല കലാപകാരികളെയും പിടിച്ചകത്തിടാനുള്ള യോഗി ആദിത്യനാഥിന്റെ യത്നം ഇപ്പോൾ തുടരുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.